കുട്ടികളിലുണ്ടാകുന്ന വളർച്ചക്കുറവ് ഒരുപാട് മാതാപിതാക്കളുടെ വലിയൊരു ആശങ്കയാണ്. സോ ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹായ്, മൈസെൽഫ് ഡോക്ടർ സിബി കെയർ. ഐ എം എ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റ്. ഒന്നാമത്തേത് ന്യൂട്രീഷണൽ, അതായത് ഒരു കുട്ടി കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായ അളവിൽ പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ഡി, അയൺ എന്നിവയുടെ കുറവ്. രണ്ടാമത്തെ കാരണം ഫെമിലിയൽ, പാരമ്പര്യം അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ. മൂന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് 3-4 വയസ്സ് വരെ ഒരു കുട്ടിയുടെ വളർച്ച നോർമൽ ആയിരിക്കും. അതിനുശേഷം അവരുടെ പിയർ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് താഴെ ആയിരിക്കും, ബട്ട് ദെയർ ഫൈനൽ ഹൈറ്റ് വിൽ ബി നോർമൽ. ഇത് കൂടുതലും ബോയ്സിലാണ് കാണപ്പെടാറ്. നാലാമത്തേത് എൻഡോക്രൈനൽ കോസസ്, അതായത് തൈറോയിഡ്, ഗ്രോത്ത് ഹോർമോൺ എന്നിവയുടെ കുറവ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ്. ഷീ ഈസ് 7 years old ഗേൾ ആൻഡ് ഹെർ ഹൈറ്റ് ഈസ് 95 centimeter, അതായത് 3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഹൈറ്റ് മാത്രം. നമ്മൾ കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിന് ശേഷം കുട്ടിക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് അഥവാ ഹൈപ്പോതൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കുട്ടിക്ക് 10 to 12 സെന്റിമീറ്ററിലധികം വളർച്ച കാണാൻ സാധിച്ചു. സോ റിമെമ്പർ, ഒരു കുട്ടിയുടെ വളർച്ച ഏകദേശം 15 അല്ലെങ്കിൽ 16 വയസ്സിൽ അവസാനിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സമയത്തുള്ള രോഗനിർണയവും ചികിത്സയും ആവശ്യമാണ്.